ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്ന് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നേരെ വിഷയത്തിലേക്ക് പോവാണ്. എല്ലാ കുട്ടികളുടെയും ഒരു പരാതിയുണ്ട്, പഠിച്ചത് മറക്കുകയാണ്, ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓർമ്മശക്തി മെച്ചപ്പെടുത്താനുള്ള ചില ടിപ്പുകളുമായിട്ടാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചങ്കിങ് എന്നുള്ള ഒരു കാര്യമാണ്. എന്താണ് ചങ്കിങ്? നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് തിരിക്കുക. ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് ഫോൺ നമ്പർ അക്കങ്ങളുടെ ഒരു കൂട്ടമായിട്ട് നമ്മൾ ഓർത്ത് വെക്കാറുണ്ട്. അതേപോലെ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിച്ച് നമുക്ക് വെക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ദൃശ്യവൽക്കരണമാണ്. നമ്മുടെ ആശയങ്ങളെ മനസ്സിനകത്ത് ചിത്രങ്ങളായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. കൂടുതൽ വ്യക്തമായ ദൃശ്യങ്ങൾ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കും. ഇപ്പോൾ നമ്മളൊരു സിനിമ കാണുകയാണെങ്കിൽ, ഒരു കാർട്ടൂൺ കാണുകയാണെങ്കിൽ, ആ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ആ പേര് പറയുമ്പോഴേക്കും തന്നെ ആ കഥ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും അല്ലേ. അതിന് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രങ്ങളാക്കിയിട്ട് നമ്മളതിനെ മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ഓർത്ത് വെക്കാൻ കഴിയും. പിന്നെ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ചുരുക്കെഴുത്ത്, പാട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പാട്ട് രൂപത്തിൽ ഓരോ പാഠഭാഗങ്ങളെ പാടി പഠിക്കുക, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് എഴുതി വെക്കുക, ചുരുക്കെഴുത്ത്. അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ നമുക്കെന്താണ്, ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേഗം ഓടിക്കയറും. പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ്. കുട്ടികൾക്കൊക്കെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാട്ടാണെങ്കിലും വേഗം പഠിച്ചെടുക്കും അവർ. അപ്പോൾ അതുപോലെ പാട്ട്, അതേമാതിരി ചുരുക്കി എഴുതുക, ഷോർട്ട് ഹാൻഡുകൾ, അതും അവരുടെ മനസ്സിലേക്ക് എന്താണ് ഓർത്തെടുക്കാൻ അവർക്ക് എളുപ്പം. പിന്നെ നമ്മൾ കറക്റ്റ് ടൈമിലുള്ള ആവർത്തനങ്ങൾ, റിപ്പീറ്റേഷൻ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുക. എന്തൊക്കെയാണ് പഠിച്ചത്, എന്തൊക്കെയെന്ന് എടുത്തു. ഇപ്പോൾ ഇന്നൊക്കെ രാവിലെ ക്ലാസ്സിൽ നിന്ന് എടുത്ത് നമ്മൾ വൈകിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന് ഒന്നാമത്തെ പീരീഡ് എന്താണ് ടീച്ചർ എടുത്തത്, രണ്ടാമത്തെ പീരീഡ് ഏത് വിഷയമായിരുന്നു, ആ വിഷയത്തിൽ എന്തൊക്കെയാണോ പറഞ്ഞത്, ഇതിങ്ങനെ മനസ്സിൽ ഓർത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മെമ്മറി ശക്തി വർദ്ധിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മളൊരു ടീച്ചറാവുക എന്നുള്ളതാണ്. നമ്മളൊരു ടീച്ചറായിക്കൊണ്ട് മറ്റൊരാളെ നമ്മൾ പഠിപ്പിക്കുക. നമ്മൾ ടീച്ചറായിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്താണ്, നമ്മൾ ആ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രിപ്പറേഷനുകൾ നടത്തും. അപ്പോൾ നമ്മളെന്താണ്, നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വിശദീകരിച്ച് കൊടുക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നല്ലതുപോലെ പതിഞ്ഞു നിൽക്കും, നല്ലതുപോലെ തങ്ങി നിൽക്കും. പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വായിക്കാൻ വേണ്ടിയിട്ട് ഒന്നിലധികം ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധിയുടെ വിവിധ ഭാഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എഴുത്ത്, വായന, സംസാരം, ഇതൊക്കെ പാടെ എന്ത് ചെയ്യുക, ഒന്നിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ നമ്മൾ ഒന്നിച്ച് കൊണ്ടുപോകുമ്പോൾ എന്താണ്, നമ്മുടെ മെമ്മറി പവർ കൂടും. പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്കിടെ ഓർമ്മിച്ചെടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഴുതി വെക്കുക. നമ്മളെ തന്നെ ഒരു ടെസ്റ്റ് നടത്തുക. നമ്മൾ പിന്നെ എന്തൊക്കെയാണോ പഠിച്ച്, ഇപ്പോൾ ഇന്ന് പഠിച്ചത് ഇന്ന് വൈകുന്നേരം പോയിട്ട് എഴുതി വെക്കുക. അതേപോലെ ഒരാഴ്ച പഠിച്ചത്, തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മൾ പഠിച്ചത് എന്ത് ചെയ്യുക, ശനിയാഴ്ച ദിവസം ഇരുന്നിട്ട് നമ്മൾ എഴുതി പഠിക്കുക. വെറുതെ ഒരു പേപ്പർ എടുത്തിട്ട് എന്തൊക്കെയാണോ നമ്മൾ ഒരാഴ്ച പഠിച്ചെന്നുള്ളത് അത് നമ്മളിങ്ങനെ എഴുതി നോക്കുക. അത് എഴുതി പഠിച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് വായിച്ച് നോക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എല്ലാ കാര്യങ്ങൾക്കും ഒരു അടുക്കും ചിട്ട ഉണ്ടാകുക എന്നുള്ളതാണ്. അടുക്കും ചിട്ടയോടെ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് വെക്കുക. ഇപ്പോൾ നമ്മളൊരു കുറിപ്പുകൾ എഴുതി വെച്ചു. പിന്നെ നമ്മൾ പഠിക്കാനുള്ള നമ്മളെ സാധനങ്ങൾ, പിന്നെ ബോക്സ്, പേന, പെൻസില്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ഒരു അടുക്കും ചിട്ടയായിട്ട് ഒരേ ഭാഗത്ത് നമുക്കൊരു വൃത്തികേടാകാത്ത രീതിയിൽ നമ്മൾ സൂക്ഷിക്കുക. അതൊക്കെ നമുക്കെന്ന് ഓരോ കാര്യങ്ങൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ളത് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. ഇങ്ങനെ ചെറിയ ടിപ്പുകൾ മാത്രം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാണ്ട് നമ്മളെ കുട്ടികളുടെ ഓർമ്മശക്തി, കുട്ടികളുടെ നല്ല നമുക്ക് വലിയവർക്കും അത് പരീക്ഷ വിജയിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആകെ ഒരു 5-8 പോയിൻ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ എന്നും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും. ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മൊബൈലിലൂടെയാണ് എല്ലാം കണ്ടെത്തുന്നത്. എന്ത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വിരൽത്തുമ്പിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ
ആ സ്ക്രീനിലേക്ക് തെളിഞ്ഞു വരികയാണ്. അതുകൊണ്ട് എന്താണ് വായനകളൊക്കെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഓർത്തെടുക്കേണ്ട നമ്മുടെ മെമ്മറി ലോസ് ആയിക്കൊണ്ടിരിക്കുക, മെമ്മറിയുടെ ശക്തി പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്നും ഓർത്തെടുക്കേണ്ട ആവശ്യം വരില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, അപ്പോഴേക്കിനെ നമ്മൾ സ്ക്രീനിൽ തെളിഞ്ഞു വരികയാണ്. ഇതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ കയറി വരാത്തത്. പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ്, എന്താണ് ഞാൻ കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. പക്ഷേ ഈ കോൺഫിഡൻസ് നമുക്ക് എന്താവണമെന്നില്ല, പരീക്ഷയിൽ നമുക്ക് ഉപകാരപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഈ 8 കാര്യങ്ങളൊന്ന് പരീക്ഷ നോക്കിയിട്ട് നിങ്ങളുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് പരീക്ഷിച്ചപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി, എന്തൊക്കെ ഗുണങ്ങളുണ്ടായി എന്ന് നിങ്ങൾ ഒരു മെസ്സേജിലൂടെ നിങ്ങൾ എന്നെ അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.